എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. ഈ കുറവുകളെല്ലാം പേടിച്ച് ഞാൻ ഒരുപാടടുത്ത് മാറി നിന്നിട്ടുണ്ട്. എന്നെപ്പോലുള്ള 1000 ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമയാണ് തലവര. ചിലരുടെയൊക്കെ തലവര മാറാൻ ഇങ്ങനെ ഒരു സിനിമ മതി. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു കലാകാരനായ ഇന്ദ്രൻ സേട്ടൻ ഈ സിനിമയെപ്പറ്റി ഇത്രയും പ്രശംസിച്ച് പറഞ്ഞത്. തലവര കണ്ടു. വളരെ നല്ല ഇഷ്ടപ്പെട്ട സിനിമയാണ്. അർച്ചന 31 പോലെ തന്നെ അഖിലിന്റെ ആരും പറയാത്ത ഒരു വിഷയം അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വന്നു പോകുന്ന സിനിമകളിൽ അതിൽ എന്തെങ്കിലും ഓർത്തു വെക്കാൻ പറ്റുന്ന പ്രമേയം വരല് വളരെ കുറവാണ്. അപ്പോൾ തലവര എല്ലാ രീതിയിലും എന്നെ ഒരുപാട് സ്വാധീനിച്ചു. സത്യസന്ധമായി പറയാലോ, ഇന്ന് ഒരു സിനിമയുടെ ഭാവി നിർണ്ണയിക്കുന്നത് പ്രൊമോഷൻസ് ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. നല്ല സിനിമകൾ എന്നും കാലത്തിനതീതമായി സഞ്ചരിക്കും. അത്തരം സിനിമകളെ പ്രശംസിക്കാനും അംഗീകരിക്കാനും ചിലപ്പം ഒരു പുതിയ ജനറേഷൻ തന്നെ വേണ്ടി വന്നിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ശ്രീ പത്മരാജൻ പറഞ്ഞതാണ്. ആ പറഞ്ഞ വാക്കുകൾ ഇന്നും ഭയങ്കര പ്രസക്തമാണ്. മിക്കപ്പോഴും നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ്, നല്ല സിനിമകൾ തിയേറ്ററിൽ വന്ന് പോയതിനു ശേഷം OTTയിൽ വന്നിട്ട് നമ്മൾ പറയും തിയേറ്ററിൽ നമ്മൾ മിസ് ചെയ്തല്ലോ എന്ന്. പ്രേക്ഷകരെന്ന നിലയിൽ സിനിമയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നമുക്ക് വലിയൊരു പങ്കുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ആ പങ്ക് നിർവഹിക്കാറില്ല. സിനിമയെ തിയേറ്ററിൽ വെച്ച് തന്നെ വിജയിപ്പിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ആ റെസ്പോൺസിബിലിറ്റി നമ്മളിൽ പലരും എടുക്കാറില്ല. അതൊക്കെ പോട്ടെ. അഖിൽ അനിൽകുമാർ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത സിനിമയാണ് തലവര. അർജുൻ അശോകൻ, രേവതി ശർമ്മ, ദേവദർശിനി തുടങ്ങിയവരാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് അർജുൻ അശോകൻ്റേത്. ജ്യോതിഷ് എന്ന കഥാപാത്രത്തെയാണ് അർജുൻ അശോകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ശരീരമാകെ വിറ്റ്ലൈഗോ ബാധിച്ച ഒരു കഥാപാത്രത്തെയാണ് അർജുൻ അശോകൻ അവതരിപ്പിക്കുന്നത്. തൻ്റെ ചെറുപ്പകാലം മുതലേ താൻ അനുഭവിച്ചിട്ടുള്ള കളിയാക്കലുകളും അവഗണനകളും സിനിമയിൽ കാണിക്കാതെ തന്നെ പറഞ്ഞു തരും. അത് ഗംഭീരമായിട്ടാണ് അർജുൻ അശോകൻ ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരെടുത്ത് പറയേണ്ട ഒരു ഫാക്ടറാണ്, അർജുൻ അശോകൻ്റെ മുമ്പുള്ള സിനിമകളിൽ കൂടുതൽ ആളുകളും കുറ്റം പറഞ്ഞൊരു കാര്യമാണ് കൊച്ചി സ്ലാങ് വീണ്ടും ആവർത്തിക്കുന്നതെന്ന്. പക്ഷേ അർജുൻ അശോകൻ്റെ ഈ സിനിമയിലെ പാലക്കാടൻ സ്ലാങ് ഗംഭീരമായിട്ടുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. അർജുൻ അശോകനെ പറ്റി അത്തരം വിമർശനങ്ങൾ നടത്തിയ ആളുകളെല്ലാം തിരുത്തി പറയാൻ റെഡിയായിട്ട് മാത്രം ഈ സിനിമ കണ്ടാൽ മതിയായി. കാരണം അത്രയും വലിയ ഹാർഡ് വർക്ക് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. അർജുൻ അശോകൻ്റെ സിനിമാ ജീവിതത്തിൽ എന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രവും സിനിമയുമായിരിക്കും തലവര എന്നതിൽ യാതൊരു സംശയവുമില്ല. രേവതി ശർമ്മ ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ പോലത്തെ ഒരു കഥാപാത്രമാണ്. രേവതി ശർമ്മയും അർജുൻ അശോകനുമായിട്ടുള്ള കെമിസ്ട്രിയൊക്കെ ഭയങ്കര രസമാണ്. തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട്ടിലേക്ക് ഒരു വീട്ടിലേക്ക് താമസിക്കാനെത്തുന്ന ഒരു കഥാപാത്രമായിട്ടാണ് രേവതി ശർമ്മ ഈ സിനിമയിലുള്ളത്. തുടർന്ന് അർജുൻ അശോകനുമായിട്ട് നല്ല സൗഹൃദത്തിലാവുകയും ആ സൗഹൃദം തുടർന്ന് പ്രണയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അർജുൻ അശോകനും രേവതി ശർമ്മയും തമ്മിലുള്ള കെമിസ്ട്രി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അശോകന്റെ കഥാപാത്രം ഒരു യൂഷ്വൽ പരിപാടിയാണ് എന്ന് എനിക്ക് തോന്നി. ഒന്നും കെയർ ചെയ്യാത്ത, ഭയങ്കര കെയർ ഫ്രീ ആയിട്ടുള്ള, എല്ലാം ഭയങ്കര ഫണ്ണായിട്ട് എടുക്കുന്ന ഒരു കഥാപാത്രം. മുമ്പുള്ള ഒരുപാട് സിനിമകളിലും അത്തരം കഥാപാത്രങ്ങൾ കണ്ടുപോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു നിങ്ങൾ കൃത്യമായിട്ട് പറയുക. അശോകൻ ഒരു കടുത്ത സിനിമ ഭ്രാന്തനാണ്. ഇത്രയും വലിയ ഭ്രാന്തമായുള്ള മോഹം കൊണ്ട് ജീവിതത്തിൽ പിന്നോട്ട് നിൽക്കേണ്ട കുറേ അവസ്ഥകളും അദ്ദേഹത്തിന് വരുന്നുണ്ട്. പക്ഷേ അതിലൊന്നും അദ്ദേഹത്തിനൊരു പ്രശ്നവുമില്ല. എല്ലാം ഭയങ്കര കെയർ ഫ്രീ ആയിട്ട് എടുത്ത് ഭയങ്കര ഫണ്ണായിട്ട് എടുക്കുന്ന, ജോളിയായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അശോകൻ്റേത്. ദേവദർശിനി അർജുൻ അശോകൻ്റെ അമ്മയും അശോകൻ്റെ വൈഫുമായിട്ട് ഒരു ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ദേവദർശിനി ഒരിക്കലും നമുക്ക് അപരിചിതയല്ല. മുമ്പുള്ള ഒരുപാട് സിനിമകളിൽ നമ്മൾ ദേവദർശിനെ കണ്ടിട്ടുണ്ട്. ആ സിനിമകളിലെ എല്ലാം പോലെ തന്നെ ഈ സിനിമയിലും ഒരു ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി കഥയിലേക്ക് വരികയാണെങ്കിൽ, നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ആഗ്രഹം കാണും. പക്ഷേ ആ ആഗ്രഹം ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ധൈര്യം കാണൂ. അർജുൻ അശോകൻ്റെ ഈ സിനിമയിലെ കഥാപാത്രം അത്തരത്തിലുള്ളൊരു കഥാപാത്രമാണ്. തൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഒരു കളിയാക്കലുകൾക്കും വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കഥാപാത്രമാണ് അർജുൻ അശോകൻ്റേത്. അത്തരം കഥാപാത്രങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും, അത് ഉറപ്പാണ്. സിനിമയിലെ ചില സീനുകൾ ഭയങ്കര മാജിക്കാണ്. ചിലപ്പോൾ എനിക്ക് അത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നുന്നത്. നിങ്ങൾക്കങ്ങനെ തോന്നണം എന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് മുൻപേ യൂണിവേഴ്സ് നമുക്ക് ചില ക്ലൂകൾ തരും, അല്ലെങ്കിൽ ചില നമുക്ക് ഹിൻറ്റുകൾ തരും. അങ്ങനെ ഒരു സീൻ ഈ സിനിമയിലുണ്ട്. അത് ഭയങ്കര മാജിക്കലായിട്ട് എനിക്ക് തോന്നി. സിനിമ കണ്ടിറങ്ങുന്ന ഓരോരുത്തർക്കും ആ സീൻ തീർച്ചയായിട്ടും മനസ്സിൽ താങ്ങി നിൽക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം അത്രയും പ്യുവറായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും മാജിക്കലായിട്ടുള്ള ഒരു സീനാണ്. എത്ര തവണ തോറ്റാലും വീണ്ടും ശ്രമിക്കുന്നവർക്ക് ജീവിതം എന്തൊക്കെയോ ബാക്കി വെക്കുന്നു എന്ന പ്രതീക്ഷയും ഈ കഥയിലുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇത്തരം സിനിമകൾ തിയേറ്ററിൽ നിന്ന് മാറി OTTയിൽ എത്തിയതിനു ശേഷം അയ്യോ തിയേറ്ററിൽ നമുക്ക് മിസ് ചെയ്തല്ലോ എന്ന് പറയാൻ ഇടയുണ്ടാവാതിരിക്കട്ടെ. ഇത്തരം സിനിമകൾ നമുക്ക് കൂടുതൽ വിജയിപ്പിക്കാനും സാധിക്കട്ടെ. എന്തുകൊണ്ടോ വലിയ സിനിമകൾക്ക് കിട്ടുന്ന ഒരു പ്രൊമോഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കാം തലവര ചിലപ്പോൾ പ്രേക്ഷകർക്കിടയിൽ അത്രയും സ്വീകാര്യത കിട്ടാത്തത്. ചിലപ്പോൾ അത് ആരുടെ പ്രശ്നം കൊണ്ടാണെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും ഇത്തരം സിനിമകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ
ഏറ്റവും ബാധ്യസ്ഥരായിട്ടുള്ളത് പ്രേക്ഷകരെന്ന നിലയിൽ നമ്മളാണ്.